വ്യൂവേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിന്റെ ഇന്ന് നടന്നിട്ടുള്ള ഓണപരീക്ഷന്റെ ആൻസർ കീയാണ്. അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 ആണ്. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കണം. അതേപോലെ തന്നെ 6 ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അതിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. പിന്നെ A, B എന്ന് പറഞ്ഞിട്ട് ചോയ്സസ് വരുന്നുണ്ട്. അതിൽ മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, The Mughals ruled India till 1875 with Delhi as their capital. Observe the concept map and prepare a note on agriculture system during the Mughal rule. അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മുഗൾ റൂൾ ചെയ്ത ആ ഒരു കാലഘട്ടത്തിലുള്ള അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു കോൺസെപ്റ്റ് മാപ്പാണ് ഇവിടെ കൊടുത്തത്. ഒന്നാമത്തത് മേജർ അഗ്രികൾച്ചർ ക്രോപ്പ്, രണ്ടാമത്തത് ഓണർഷിപ്പ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, പിന്നെ അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് മേജർ അഗ്രികൾച്ചർ ക്രോപ്പിൽ വരുന്നതാണ് ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്, റൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ രണ്ടാമത്തത് ഓണർഷിപ്പ് ഓഫ് ദ അഗ്രികൾച്ചർ ലാൻഡിൽ വരുന്നത് ഫാമേഴ്സ് വെയർ നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ഹി പെയ്ഡ് ടാക്സ്. അതായത് ഫാമേഴ്സിലൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഓരോരോ ലാൻഡ് ഓരോരോ ഫാമേഴ്സിന് കൊടുക്കും. അപ്പോൾ ആ ഫാമേഴ്സ് ടാക്സ് അടിക്കുന്നത് വരെ എത്രത്തോളം കാലം ടാക്സ് അടിക്കുന്നോ അത്രയും കാലം അവർക്ക് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത് അഗ്രികൾച്ചർ എക്യുപ്മെൻ്റ് ആണ്. എന്തൊക്കെ എക്യുപ്മെൻ്റ് ആണ് യൂസ് ചെയ്തത്? ആ പേർഷ്യൻ വീൽ ഉണ്ടായിരുന്നു, അതേപോലെ കനാൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്പോൾ അതേപോലെ ഏതെങ്കിലും 4 പോയിന്റുകൾ മെയിനായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു കുറിപ്പ് പോലെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ഇവിടുത്തെ B ചോദ്യമാണ്, ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് സിറ്റി ഡ്യൂറിങ് മുഗൾ റൂൾ ആൻഡ് ദ പ്രസന്റ് ഡേ കൺട്രീസ് ദേ ബിലോങ്സ് ടു, ഫൈൻഡ് കറക്റ്റ് ഓർഡർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ കറക്റ്റ് ഓർഡർ ഇവിടെ ഇതേപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? B ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ധാക്ക എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്, ഇപ്പോഴത്തെ ബംഗ്ലാദേശാണ്. പിന്നെ മുർഷിദാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. പിന്നെ ലാഹോർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് 2 പാർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇവിടെ 2A ആണ് പറയാൻ പോകുന്നത്. വിജയനഗര കിങ്ഡം was one of the major kingdoms that existed in South India during the medieval period. Complete the given list by identify the features related to Vijayanagara administration. അപ്പോൾ ഇവിടെ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. ജുഡീഷ്യൽ സിസ്റ്റവും അതേപോലെ മിലിറ്ററി സിസ്റ്റവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വരുന്നതാണ് പിന്നെ എന്താണ്, ദ അപ്പീലേറ്റ് അതോറിറ്റി വാസ് കിങ് ഹിംസെൽഫ്. അപ്പീലേറ്റ് അതോറിറ്റി, ഓക്കെ, അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. അതാണ് നീതിന്യായത്തിൽ വരുന്നത്, ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത്. മിലിറ്ററി സിസ്റ്റത്തിൽ ദ മിലിറ്ററി കമാൻഡർ വെയർ നോൺ ആസ് അമരനായക. അമരനായക എന്നാണ് മിലിറ്ററി കമാൻഡേഴ്സിനെ പറയുന്നത്. അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിന് 2 പോയിന്റ് നിങ്ങൾ പറയണം, അതേപോലെ മിലിറ്ററി സിസ്റ്റത്തിലും 2 പോയിന്റ് നിങ്ങൾ പറയണം. അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വരുന്നതാണ് 2 പോയിന്റ്. ദെയർ ആർ കോർട്ട് അറ്റ് വേരിയസ് ലെവൽ. വേരിയസ് ലെവലിൽ കോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ മൈനർ ഒഫൻസസ് വെയർ ഡെൽറ്റ് ബൈ വില്ലേജ് കോർട്ട്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വില്ലേജ് കോർട്ടിൽ നിന്ന് പരിഹരിക്കുകയായിരുന്നു. ഇനി മിലിറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ്, ദേ ഓൾസോ മെയിൻറ്റെയിൻ സർട്ടീൻ നമ്പർ ഓഫ് സോൾജിയർ, ഹോഴ്സ്, എലിഫൻറ്റ്. ഒക്കെ, അപ്പോൾ യുദ്ധത്തിനായിട്ട് അവർക്ക് സർട്ടീൻ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു, ഹോഴ്സസ് ഉണ്ടായിരുന്നു, എലിഫൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അമര എന്ന് പറയുന്നത് ലാൻഡ് അല്ലേ, കിങ് അലോട്ട് ചെയ്തിട്ടുള്ള ലാൻഡിൻ്റെ പേരാണ്. അപ്പോൾ അമരവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് അവിടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി അടുത്തത് B ചോദ്യമാണ്, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ലെവൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഓർഡർ. അതായത് പിന്നെ ആ ഒരു വിജയനഗരം ഭരിക്കാനുള്ള ഒരു സുഗമത്തിന് വേണ്ടിയിട്ട് കൺട്രീസൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? B ആണ് കറക്റ്റ് ആൻസർ. മണ്ഡലം, നാട്, ഗ്രാമ, സ്ഥല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. B ചോദ്യത്തിന് 1 മാർക്കാണ്. ഇനി 2B ആണ്, ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. ചോദ്യം, മാർക്ക് ദ പ്രോഗ്രസ് മെയ്ഡ് ഇൻ കൾച്ചറൽ ലൈഫ് ഡ്യൂറിങ് പീരീഡ് ഇൻ
ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ ഒരു ടേബിളിൽ വിജയനഗരത്തെ ആർക്കിടെക്ചറിനെ കുറിച്ചും അതേപോലെ ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. അപ്പോൾ വിജയനഗരയിൽ ഏത് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്റ്റ് ആയിരുന്നു? ദ്രാവിഡിയൻ സ്റ്റൈലാണ്. അതേപോലെ തന്നെ ലിറ്ററേച്ചർ പറയുകയാണെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റഡ് ടു മെനി ലാംഗ്വേജ്, കുറേ ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു പാർട്ടിലുണ്ട്. ഡ്യൂറിങ് വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് വാസ് മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. മെനി സ്കൂൾ വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസ്. ദ വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് അൺപ്രസിഡന്റഡ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, പിന്നെ ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. അതാണ് ഇവിടെ നിങ്ങൾ പിന്നെ വിജയനഗരത്തിൻ്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് എഴുതേണ്ടത്. പിന്നെ കിങ് ലൈക്ക് അത് നിങ്ങൾ വേണ്ട, അത് എഴുതണമെന്നില്ല. പിന്നെ ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ഡൊമിനൻറ്റ് ഡ്യൂറിങ് ദ പീരീഡ്. അതേപോലെ ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഈ ആർക്കിടെക്ചറിൽ എഴുതേണ്ടത്. ദ്രാവിഡിയൻ സ്റ്റൈലാണ്. അതേപോലെ ഗോപുരങ്ങൾ അല്ലേ, ജൈൻജാൻറ്റിക് ടെമ്പിൾ ഗേറ്റ് നോൺ ആസ് ഗോപുരം. ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു പിന്നെ എന്താണ് ആർക്കിടെക്ചറിൽ എഴുതാം. പിന്നെ ഏറ്റവും താഴെ വരുന്ന അതാണ് ലിറ്ററേച്ചറിൽ എഴുതേണ്ടത്. ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ മെയ്ഡ് ട്രെമൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദ പീരീഡ്. തെലുങ്ക് ലിറ്ററേച്ചർ വാസ് മോസ്റ്റ് ഫ്ലറിഷ്ഡ് വൺ. തെലുങ്കു ആണ് ഏറ്റവും കൂടുതൽ പിന്നെ ഫ്ലറിഷ്ഡ് ആയത്, ഫേമസ് ആയത്. അതേപോലെ ന്യൂമറസ് സാൻസ്ക്രിറ്റ് വർക്ക് വെയർ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. സംസ്കൃതത്തിലും എന്തുണ്ടായിട്ടുണ്ട്? സംസ്കൃതത്തിലെ പല വർക്കും മറ്റു ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പോയിന്റ് അവിടെ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് 4 മാർക്കാണ് ഇതിൽ ലഭിക്കുന്നത്. ഇനി പിന്നെ അടുത്ത ചോദ്യമാണ് ബി ചോദ്യം. അറേഞ്ച് ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു വിജയനഗര കിങ് ആൻഡ് ഫൈൻഡ് ദ കറക്റ്റ് വൺ. അപ്പോൾ ഇവിടെ കുറച്ച് ഡൈനാസ്റ്റിയും അതേപോലെ ഏത് രാജാക്കന്മാരാണ് അവിടെ ഭരിച്ചിരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിജയനഗര ആ ഒരു കാലഘട്ടത്തിലത്തതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അതായത് തുളുവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കൃഷ്ണദേവരായർ തുളുവ ഡൈനാസ്റ്റിയിലാണ്. പിന്നെ അതേപോലെ സംഗമ ഡൈനാസ്റ്റി വരുന്ന കിങ് ആണ് ഹരിഹരനും ബുക്കനും. പിന്നെ സാലുവ ഡൈനാസ്റ്റിയിൽ വരുന്ന ആളാണ് പിന്നെ നരസിംഹ സാലുവ. പിന്നെ അരവിന്ദ് ഡൈനാസ്റ്റിയിൽ വരുന്നതാണ് തിരുമല. ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. ഇനി 3A ആണ്. ഭക്തി സൂഫി മൂവ്മെന്റ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ യുണൈറ്റിംഗ് പീപ്പിൾ ആൻഡ് ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് അബൌട്ട് ഭക്തി സൂഫി മൂവ്മെന്റ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ഈ ഭക്തി സൂഫി മൂവ്മെന്റ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത് ഈ ഒരു ടേബിൾ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഫസ്റ്റത്തത് ദ പോയിന്റ് ഹു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയ ത്രൂ സച്ച് ഹിൻസ് നോൺ ആസ് ദോഹകളിലൂടെ അവൻ്റെ ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കവിൻ്റെ പേരെന്തായിരുന്നു? കബീറാണ്. രണ്ടാമത്തത് ഖവാലി എന്ന് പറഞ്ഞാൽ ഏത് ഭക്തി സൂഫി മൂവ്മെൻറ്റിൽ എന്തായിരുന്നു? അത് സൂഫികളുടെ എന്തായിരുന്നു? ഒരു ഡിവോഷണൽ സോങ് ആണ്. പിന്നെ അതേപോലെ ഫൗണ്ടഡ് വീരശൈവ മൂവ്മെൻറ്റ് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ബസവണ്ണയാണ്. പിന്നെ ലങ്കാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആണ്. അതായത് എല്ലാ പിന്നെ റീജിയനിലെ അല്ലെങ്കിൽ റിലീജിയനിലെ ആൾക്കാരും ഒത്തുകൂടിയിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു രീതിക്കാണ് ലങ്കാർ എന്ന് പറയുന്നത്. ഗുരുനാനക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അടുത്ത ബി ആണ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സൂഫി മൂവ്മെന്റ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ കൊടുത്തതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഗുരു വെയർ നോൺ ആസ് മുരീദ്. രണ്ടാമത്തത് സൂഫിസം ഇസ് ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെന്റ് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. പിന്നെ സൂഫി ഫോളോവേഴ്സ് വെയർ കോൾഡ് പിയേഴ്സ്. പിന്നെ ദ സൂഫി മൂവ്മെന്റ് റീച്ച്ഡ് ഇന്ത്യ ബൈ 10th century. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സൂഫിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെന്റ് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതിന് 1 മാർക്കാണ്. മുകളിലത്തെ അതിന് എക്ക് 4 മാർക്കുമാണ്. ഇനി ഇവിടുത്തെ 3B ആണ്. നോട്ടീസ് ദ ഹിൻസ് റിലേറ്റഡ് ടു ഭക്തി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഡ്യൂറിങ് ദ ഭക്തി മൂവ്മെൻറ്റ് പീരീഡ് വിമൻസ് വെയർ മോർ റെക്കഗ്നൈസ് ഇൻ ദ സൊസൈറ്റി. പിന്നെ രണ്ടാമത് ദ വെർണാക്കുലർ ലാംഗ്വേജ് ഗോട്ട് മോർ ഇമ്പോർട്ടൻസ് ഇൻ ഭക്തി മൂവ്മെൻറ്റ് പീരീഡ്. ചോദ്യമാണ് റൈറ്റ് ആൻഡ് നോട്ട് ഇവാലുവേറ്റിംഗ് ദ പ്രോഗ്രസ് ഇൻ ദ സോഷ്യൽ സ്പിയർ ഡ്യൂറിങ് ദ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൽ പിന്നെ എന്തൊക്കെ സോഷ്യൽ സ്പിയറിൽ പ്രോഗ്രസ് ആണ് ഉണ്ടായതെന്നാണ് ചോദ്യം. ഇത് നിങ്ങളുടെ ആ ഒരു 2nd ചാപ്റ്ററിലായിട്ട് ലാസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിൽ കുറേ പോയിന്റുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം.
റിലീജിയസ് ടോളറൻസ് പറയാം, പിന്നെ ആറ്റിറ്റ്യൂഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതേപോലെ ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻസ് ഇമ്പോസ്ഡ് കസ്റ്റംസ്, അതേപോലെ വിമൻസ് ഹാവ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ, പിന്നെ അങ്ങനത്തെ എല്ലാ പോയിന്റും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 4 മാർക്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. ഇനി ഇവിടുത്തെ ബി ചോദ്യം, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയർ റിലേറ്റഡ് ടു നയനാസ് ആൻഡ് ആൽവാസ്. നയനാസിൻ്റെയും ആൽവാസിൻ്റെയും റൈറ്റിങ്സ് കറക്റ്റ് ഓർഡറിൽ ഏതാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണെന്ന ചോദ്യം. ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ. തിരുമുറൈകളും അതേപോലെ 4000 ദിവ്യ പ്രബന്ധവുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഈ 4ാമത്തെ ചോദ്യമാണ്. ഇനി ഇവിടുത്തെ 4ാമത്തെ ചോദ്യമാണ്, എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലീവ് ഇൻ സൊസൈറ്റി വിത്തൗട്ട് ഫിയർ ആൻഡ് സെക്യൂരിറ്റി. ചോദ്യം, റൈറ്റ് എനി 2 laws implemented by the government for the protection of the children. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള 2 നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്ന് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പറയാം, രണ്ടാമത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പറയാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ആക്ടിനെ കുറിച്ചുണ്ട് കുട്ടികൾക്കായിട്ട് വന്നിട്ടുള്ള, അതിലേതെങ്കിലും 2 എണ്ണം എഴുതിയെടുത്താൽ മതി. 2 മാർക്കാണ് ഇതിന്. ഇനി അടുത്തത് ബി ചോദ്യം, പ്രിപ്പയർ സം ക്വസ്റ്റ്യൻ ഫോർ എൻ ഇൻ്റർവ്യൂ വിത്ത് എ ലീഗൽ എക്സ്പേർട്ട് ഓൺ ടോപ്പിക് ചിൽഡ്രൻ ആൻഡ് ലോസ്. ചിൽഡ്രൻ ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ടിനോട് അല്ലെങ്കിൽ ലീഗൽ എക്സ്പേർട്ടിനോട് കുറച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 2-3 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ചോദ്യം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ആസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാം, ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഓസ് ടു നാഷൻ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്, പ്രിപ്പയർ ടു പ്ലക്കാർഡ് ഫോർ എ റാലി ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേഷന് വേണ്ടി 2 പ്ലക്കാർഡ് നിർമ്മിക്കാനാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ജസ്റ്റിസ് ഫോർ ഓൾ അല്ലെങ്കിൽ ഫ്രീഡം, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലക്കാർഡ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എ ചോദ്യത്തിന് 2 മാർക്ക്, ബിക്ക് 2, സിക്ക് വിച്ച് കോഡ് ഓഫ് ലോ വാസ് അലോട്ടഡ് ഇൻ അവർ കൺട്രി ടിൽ ബിക്കം എ റിപ്പബ്ലിക് ആവുന്നത് വരെ നമ്മളുടെ രാജ്യം ഫോളോ ചെയ്തിട്ടുള്ള കോഡ് ഓഫ് ലോ ഏതായിരുന്നു? ഗവൺമെൻറ് ഓഫ് ആക്ട് 1935 ആണ് ഫോളോ ചെയ്ത് വരുന്നത്. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യമാണ്, ദെർ ആർ മെനി ഫാക്ടേഴ്സ് ദാറ്റ് കോസ് മാർജിനലൈസേഷൻ സംഭവിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഘടകങ്ങളുണ്ട്. ഒന്നാമത്തത് എന്ന് പറയുന്നത്, ഫസ്റ്റിലത്തെ കുട്ടി ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. അതേപോലെ രണ്ടാമത്തെ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് ആസാമിൽ നിന്ന് കുടിയേറി വന്ന് താമസിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ചോദ്യമാണ്, യു ഹാവ് ഒബ്സർവ് ദ 2 കേസസ് ഗിവൺ എബവ്, വാട്ട് ടൈപ്പ് ഓഫ് മാർജിനലൈസേഷൻ ആർ ദേ റിലേറ്റഡ് ടു? അപ്പോൾ ഇവർ 2 ഫേസ് ചെയ്യുന്ന ആ ഒരു മാർജിനലൈസേഷൻ ഏത് ടൈപ്പാണ്? ഒന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് ഫിസിക്കലി മാർജിനലൈസേഷൻ ആണ്. ഫിസിക്കലി മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ. രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് സോഷ്യൽ മാർജിനലൈസേഷനുമാണ്. പിന്നെ ബി ചോദ്യം, വാട്ട് സജഷൻ ക്യാൻ യു പുട്ട് ഫോർവേഡ് ടു ഡിഫെൻഡ് മാർജിനലൈസേഷൻ ഇൻ സച്ച് സിറ്റുവേഷൻ? അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ആൻസറായി നമുക്ക് കൊടുക്കാം, മോർ പോളിസീസ് ഫോർ ഇക്വാലിറ്റി, പിന്നെ മോർ ലോസ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ, പിന്നെ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ, പിന്നെ മെഷർ ടു എൻഷുർ ഇക്വാലിറ്റി ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്